പറവൂർ ചേന്നമംഗലത്ത് ആദ്യഘട്ട നിർമ്മാണം പൂർത്തീകരിച്ച കൈത്തറി ഗ്രാമം പദ്ധതിയുടെ ഉദ്ഘാടനം നടക്കും. വ്യവസായ മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്യും. ഹാൻഡ്ലൂം ആൻഡ് ഹാൻഡിക്രാഫ്റ്റ് വില്ലേജിന്റെ ആദ്യഘട്ട നിർമ്മാണത്തിന് 2022 മന്ത്രി പി രാജീവ് ശിലയിടുകയും പൂർത്തീകരിച്ച കൈത്തറി ഗ്രാമം ജനുവരി 31 മന്ത്രി ഉദ്ഘാടനം ചെയ്യും. വിദേശികൾക്കും സ്വദേശികൾക്കും കൈത്തറിയെ കൂടുതൽ അടുത്തറിയുവാൻ സംസ്ഥാന സർക്കാർ കോടികൾ ചെലവഴിച്ചാണ് കൈത്തറി ഗ്രാമം നടപ്പിലാക്കിയത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്ന സംഘാടക സമിതി യോഗം ചേന്നമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് പി എ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. ജനുവരി 31 വൈകിട്ട് 5:30 മണിക്കാണ് ഇതിന്റെ വ്യവസായ മന്ത്രി ഉദ്ഘാടനം നിർവഹിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തുകൊണ്ട് നമ്മൾ ഇതിന്റെ ഈ പഞ്ചായത്തിന്റെ വലിയ ഒരു ഉത്സവമാക്കി മാറ്റാൻ നമ്മൾ തീരുമാനിച്ചിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ ഏകോപിപ്പിച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തനം തുടങ്ങിയിരിക്കുകയാണ്. 2012 ചേന്നമംഗലത്ത് കൈത്തറി ഗ്രാമം എന്ന ആശയം രൂപപ്പെട്ടത്. ഇതിനായി യാൺ ബാങ്കിന്റെ 3 ഏക്കറിൽ 1.5 ഏക്കർ വിട്ടു നൽകിയതായും വീതി കുറഞ്ഞ വഴി പദ്ധതിക്ക് തടസ്സമായതിനാൽ പുതിയൊരു വഴി കണ്ടെത്തുക എന്ന ദൌത്യം ചേന്നമംഗലത്തെ കൈത്തറി മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ഏറ്റെടുക്കുകയായിരുന്നെന്നും യാൺ ബാങ്ക് മുൻ പ്രസിഡന്റ് TS ബേബി പറഞ്ഞു. ഇന്ത്യയിലെ വിദഗ്ധ കൈത്തറി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ എല്ലാം അധ്യാപകരടങ്ങുന്ന ഒരു ടീം ഇവിടെ വന്ന് പരിശീലനം നൽകും. അതെല്ലാം ചേന്നമംഗലം കൈത്തറിക്കും കേരളത്തിലെ കൈത്തറിക്കും വലിയ പ്രോത്സാഹനമാവും. അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ കൈത്തറി വസ്ത്രങ്ങളുടെ പ്രദർശനത്തിനുള്ളൊരു മ്യൂസിയം ഇവിടെ ഉണ്ട്. ഉൽപാദനത്തിനും വിൽപ്പനക്കുമുള്ളൊരു കേന്ദ്രം. എന്തുകൊണ്ടും കൈത്തറിയും പ്രത്യേകിച്ച് ചേന്നമംഗലം കൈത്തറിക്കും നമ്മുടെ ടൂറിസമായി ബന്ധിപ്പിച്ച് ഭാവിയിൽ കൈത്തറി മേഖലക്ക് നിലനിൽക്കണമെങ്കിൽ ടൂറിസമായി ബന്ധിപ്പിച്ചുള്ള പദ്ധതികൾ ആവിഷ്കരിക്കണം. വിദേശികളായ ഒട്ടനവധി ആളുകൾ ഇന്ന് കോട്ടൺ വസ്ത്രം സ്വീകരിക്കുന്ന സാഹചര്യം അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവർക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം കൊടുക്കാൻ ഇന്ന് കൈത്തറി മേഖലയ്ക്ക് കഴിയാത്തൊരു സാഹചര്യം. അത്തരമൊരു സാഹചര്യത്തിലാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ മുൻകൈ പ്രവർത്തനം, അതോടൊപ്പം തന്നെ രാഷ്ട്രീയത്തിനതീതമായ എല്ലാവരുടെയും സഹായം ഈ പദ്ധതിക്ക് കിട്ടിയിട്ടുണ്ട്. 2ാം ഘട്ടത്തിൽ ഇന്ത്യൻ കൈത്തറി കരകൌശലങ്ങളുടെ ചരിത്രം പറയുന്ന ആഗോള നിലവാരത്തിലുള്ള കൈത്തറി മ്യൂസിയം നിർമ്മിക്കുമെന്നും പുഴയോട് ചേർന്ന് നിർമ്മിക്കുന്ന ബോട്ട് ജെട്ടിയിലൂടെ കായൽ സവാരിക്കുള്ള സൌകര്യമുണ്ടാകുമെന്നും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഹാൻഡ്ലൂം ടെക്നോളജി ഡയറക്ടർ ശ്രീധന്യൻ പറഞ്ഞു. പറവൂരിനകത്തെ ചേന്നമംഗലത്തിനകത്തെ കൈത്തറി സംഘങ്ങളെയും കൈത്തറി തൊഴിലാളികളെയും കൈത്തറി സമൂഹത്തെയും പൊതുജനങ്ങളെയും എല്ലാം തന്നെ സംഘടിപ്പിച്ചു നടത്തുന്ന വിപുലമായ ഒരു പരിപാടിയാണ് ഉദ്ദേശിക്കുന്നത്. ഈ പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഈ നാട്ടിലെ പൊതുസമൂഹത്തോട് വിനയപൂർവ്വം അപേക്ഷിക്കാം. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബെസി സെബാസ്റ്റ്യൻ, പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ആൻഡ്രിൻ ജോബോയ്, വാർഡ് മെമ്പർ വിജയ, പഞ്ചായത്ത് അംഗം ഫസൽ റഹ്മാൻ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫീസർമാരായ ശ്രീനാഥ്, ഹരിഹരൻ, പഞ്ചായത്ത് സെക്രട്ടറി, കൈത്തറി യൂണിയൻ സ്റ്റേറ്റ് ഭാരവാഹികളായ KP സദാനന്ദൻ, TS ബേബി, ജില്ലാ വ്യവസായ കേന്ദ്ര മാനേജർ G വിനോദ്, ഹാൻഡ്ലൂം സൂപ്പർവൈസർ നവാസ് എന്നിവർ സന്നിഹിതരായിരുന്നു. സംഘാടക സമിതി യോഗത്തിന്റെ ചെയർമാനായി ചേന്നമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് P A ഹരിദാസിനെയും കൺവീനറായി ഹാൻഡ്ലൂം ടെക്നോളജി ഡയറക്ടർ ശ്രീധന്യനെയും തെരഞ്ഞെടുത്തു. ചേന്നമംഗലം പഞ്ചായത്ത് അംഗങ്ങൾ, രാഷ്ട്രീയ പാർട്ടികളുടെ ഭാരവാഹികൾ, കൈത്തറി സംഘം സെക്രട്ടറിമാർ, പ്രസിഡന്റുമാർ അടങ്ങുന്ന വിപുലമായ കമ്മിറ്റിക്ക് രൂപം നൽകി. AC ന്യൂസ്, നോർത്ത് പറവൂർ.